പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൻഹാർ അൽഫൈഹ സിനൗ ഒമാൻ KC സെന്റർ കരുനാഗപ്പള്ളി കൊല്ലം. സ്കൂൾ അടച്ചിട്ട് കുട്ടികളെല്ലാം കൂടെ എങ്ങോട്ട് പോവാ? വേനലവധി ഇല്ലയോ? പറഞ്ഞതുപോലെ ശരിയാണല്ലോ. വെക്കേഷന് കളിക്കാനും രസിക്കാനും പോകുന്ന കുട്ടികൾ പഠിക്കാൻ പോവാ. മോൻ എവിടാ പഠിക്കാൻ പോന്നേ? 7ാം ക്ലാസ്സിലെ ട്യൂഷൻ, ഉച്ച കഴിഞ്ഞ് മ്യൂസിക് ക്ലാസ് ഉണ്ട്. അതിന് 6ാം ക്ലാസ്സിലെ റിസൾട്ട് അറിഞ്ഞോ? എന്തിനു റിസൾട്ട് അറിയണം? അവൻ മാസവും. നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. പഠിച്ചില്ലേലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പിള്ളേരെ 8ാം ക്ലാസ് വരെ ജയിപ്പിക്കും. രാവിലെ 9 മണി മുതൽ വയലിൻ ക്ലാസ്, 11 മണി മുതൽ മൃദംഗം, ഉച്ചയ്ക്ക് 2 മണി മുതൽ ട്യൂഷൻ, 4 മണിക്ക് മ്യൂസിക് ക്ലാസ്, 6 മണിക്ക് സ്കേറ്റിംഗ്, രാത്രി 8 മണിക്ക് മാത്സ് ട്യൂഷൻ, ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സും ഉണ്ട്. മിടുക്കിയ എന്റെ മോള്. ഇനി 3ാം സ്റ്റാൻഡേർഡില്. ആഹാരം കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ അവക്ക്? അവക്ക് ആഹാരത്തോടെ ഒരു ആഗ്രഹമില്ല. ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഡോക്ടറെ കാണാൻ ഇവൾക്ക് എവിടുന്നാ സമയം? ആദ്യം ഇവിടെ മനസ്സിന് റെസ്റ്റ് കൊടു. ആഹാരം ഇവള് തനിയെ കഴിച്ചോളൂ. ഈ പിള്ളേരെല്ലാം കൂടെ ടൂർ പോകുന്നു. ടൂറല്ല, ട്യൂഷൻ. അടുത്ത വർഷത്തേക്കുള്ള പാഠം ഈ വെക്കേഷനിലെ പഠിപ്പിക്കുന്നു. പിന്നെ വയലിൻ, മൃദംഗം, ഡാൻസ്, സ്കേറ്റിംഗ് എന്ന് വേണ്ട പിള്ളേരെ മിടുക്കന്മാരാക്കാൻ വേണ്ടി രക്ഷകർത്താക്കൾ പാടുപെടുകയാ ഈ വേനലവധിക്ക്. അപ്പൊ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഒരു മാനസിക ഉല്ലാസത്തിനും നേരമില്ലേ? വെക്കേഷൻ മുതലെടുക്കാനായി കുറെ വെക്കേഷൻ സ്കൂളുകൾ അങ്ങ് തുറക്കും. അവർ ചോദിക്കുന്ന ഫീസ് കൊടുക്കാനായി രക്ഷകർത്താക്കളും. ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിയില്ല, പിന്നെ ആര് നോക്കും? ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ ഭാവിയാ വലുത്. എന്റെ മോളെ 10 ആൾ അറിയപ്പെടുന്ന ഒരാളാക്കണമെന്ന എന്റെ ആഗ്രഹം. അതിനാ ഞാൻ ഇവളെ കലാപരമായും വിദ്യാഭ്യാസപരമായും പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. മിടുക്കിയാടി നിന്റെ അമ്മ. ആട്ടെ, ചേട്ടൻ എന്താ ജോലി? പ്രൈവറ്റ് ഫേമിലാ. ഓ, അപ്പൊ 17,000 രൂപ ശമ്പളം കിട്ടും. ചേച്ചിക്ക് എന്താ ജോലി? ഇല്ല. ഇതുകൂടാതെ മക്കള്? ഒരാൾ കൂടിയുണ്ട്. ഓ, അപ്പൊ 7,000 നിൽക്കൂല. കടം മേടിക്കേണ്ടി വരും. മാസം എത്ര രൂപ കടം വാങ്ങുന്നുണ്ട് ചേച്ചി? മാസം 10,000 രൂപ കടം വാങ്ങിയാലേ ഈ കുട്ടിയെ 10 പേർ അറിയുന്ന ഒരാളാക്കാൻ കഴിയൂ. ഈ പിഞ്ചു കുഞ്ഞുങ്ങള് വേനലവധി ആഘോഷിക്കട്ടെ ചേച്ചി. 10 മാസം സ്കൂളിലേക്ക് പുസ്തക സഞ്ചി ചുമന്ന് ക്ഷീണിച്ച കുട്ടികളാ. 2 മാസം അവരൊന്ന് ഉല്ലസിച്ചോട്ടെ. അതെങ്ങനാ? വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വെക്കേഷൻ ക്ലാസ് എന്ന ലേബലിൽ ഇവരെ പോലുള്ളവരെ ആകർഷിക്കാൻ വെക്കേഷൻ സ്കൂളുകാർ എന്തൊക്കെ ഓഫറാ കൊടുക്കുന്നത്? അത് കണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ കൂടുതൽ പ്രഷർ ചെലുത്തും. മനസ്സില്ലാ മനസ്സോടെ ഒരു യന്ത്രത്തെ പോലെ ഇവർ ക്ലാസ്സിന് പോകും. യഥാർത്ഥത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ച മുരടിക്കുക ചെയ്യുന്നത്. അല്ലേ തന്നെ ഈ 2 മാസം കൊണ്ട് അവരെന്തോന്ന് പഠിക്കാനാ? വയലിന്റെ മൃദംഗത്തിന്റെ ABCD ഇവരൊട്ട് പഠിക്കത്തുമില്ല, അവരൊട്ട് പഠിപ്പിക്കത്തുമില്ല. 50 കുട്ടികൾക്ക് ഒരു വയലിൻ. ഓരോരുത്തർ കൈമാറി വരുമ്പോഴോ ക്ലാസ് ടൈം കഴിയും. ചുരുക്കി പറഞ്ഞ വെക്കേഷനെയും കുട്ടികളെയും വെച്ചൊരു ബിസിനസ്. 2 മാസത്തെ വേനലവധി. ആ സമയമാണ് കുട്ടികളും രക്ഷകർത്താക്കളും ഒന്ന് ഉല്ലസിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാനും ലാളിക്കാനും പറ്റിയ അവസരം. അതിനു പകരം കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ കച്ചവടമായി മാത്രം നടക്കുന്ന വെക്കേഷൻ ക്ലാസ്സുകൾ വിടുന്നു. ഒരു പ്രഹസനം. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, വെക്കേഷൻ ആസ്വദിക്കട്ടെ കുട്ടികൾ, കളിച്ചും രസിച്ചും. അങ്ങനെ അവർ മാനസിക വളർച്ച കൈവരിക്കട്ടെ. വെക്കേഷൻ ക്ലാസ്സുകളിൽ വിട്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് മുരടിപ്പിക്കരുത്. വേനലവധിയായി തന്നെ കളിച്ചു തീർക്കട്ടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. അതല്ലേ നല്ലത്? ഓരോ ഷോപ്പിംഗും വിസ്മയമാക്കി മാറ്റിയ KC സെന്റർ നിങ്ങൾക്കായി വീണ്ടും അതിശയങ്ങളുമായി കാത്തിരിക്കുന്നു. വ്യത്യസ്തത കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ്. മാന്യ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് KC സെന്റർ ഇപ്പോൾ കൂടുതൽ വിശാലതയിൽ കൂടുതൽ പുതുമകളും അതിലേറെ വിസ്മയ കാഴ്ചകളുമായി KC സെന്റർ 2ാം വയസ്സിലേക്ക്. KC സെന്റർ ഗ്രാൻഡ് ഷോപ്പി ഹൈപ്പർ മാർക്കറ്റ്. ക്വാളിറ്റി ഈസ് അവർ കമ്മിറ്റ്മെന്റ്. Grantry Muscat, very good service, very good food. Grantry Muscat, warm hospitality makes visit unforgettable experience. It's a perfect stop for your needs. Hotel Grantry Muscat, KC Center, Karnagapalli.